إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖികളായി ഭയഭക്തിയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമളാനിലെ ഏറെ വിശിഷ്ടമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. റമളാനിൽ നാം നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകളിൽ ന്യൂനതകളോ കുറവുകളോ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം അള്ളാഹു പരിഹരിച്ച് മാപ്പാക്കി പരിപൂർണമായും കബൂൽ ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ അമലുകളെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നമസ്കാരം നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കുന്നുണ്ട്. നോമ്പ് നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കുന്നു. അതുപോലെ നമ്മുടെ സമ്പത്തിനെ പരിശുദ്ധമാക്കുന്ന ഒരു കർമ്മമാണ് സക്കാത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും ഒരേപോലെയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിൽ, അറിവിൽ, ജോലിയിൽ, സമ്പത്തിൽ, അതേപോലെ സൗകര്യങ്ങളിൽ എല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ചില ആളുകൾ വളരെ നല്ല സമ്പന്നതയിലും സൗഭാഗ്യത്തിലും സൗകര്യത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. വേറെ ചില ആളുകൾ വളരെ കുറഞ്ഞ സൗകര്യത്തിൽ, കുറഞ്ഞ സമ്പത്തിൽ, കുറച്ചൊക്കെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ. അള്ളാഹു തന്നെ പറയുന്നത് അള്ളാഹു ചില ആളുകൾക്ക് അവന്റെ റിസ്ക് വിശാലമാക്കി കൊടുക്കുകയും
വയക്കുതിർ ചില ആളുകൾക്ക് വളരെ കുറച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നഹു കാന അലീമുൻ ബിദാത്തി സുദൂർ. അല്ലാഹുവാണ് ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. അല്ലാഹുവാണ് തന്റെ അടിമകളെ സംബന്ധിച്ച് വളരെ കൃത്യമായി അറിയുന്നവൻ. എന്താണ് ഇങ്ങനെ ഒരു വിശാലതയും കുടുസതയൊക്കെ ആക്കി അള്ളാഹു നൽകിയിട്ടുള്ളത്? നമുക്കതിൽ ലഭിക്കാവുന്ന ഒരു പാഠം എന്ന് പറഞ്ഞാൽ, ചില സന്ദർഭങ്ങളിൽ അള്ളാഹു വിശാലമായ സമ്പത്ത് നൽകിയിട്ട് ആ സമ്പത്ത് എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ധാരാളമായി സമ്പത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് അവൻ എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ ചിലവഴിക്കുന്നു, അവൻ അവന്റെ സമ്പത്തിൽ നിന്ന് അർഹരായ ആളുകൾക്ക് നൽകുന്നുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമുണ്ട്. ദാരിദ്ര്യമായ അവസ്ഥയിലാണ് എങ്കിൽ ഒരിക്കലും മനസ്സിൽ നിരാശയില്ലാതെ തന്റെ വിഷമതകളും പ്രയാസങ്ങളും രോഗശൈലിയിലേക്ക് മനസ്സിനെ വിഷമിപ്പിക്കാതെ അള്ളാഹു നൽകിയതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് അവന് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അവന് സാധിക്കുന്നുണ്ടോ? അതും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. സൂറത്തുൽ ലൈൽ അള്ളാഹു പറയുന്നു, ഫഅമ്മാ മൻ അഗ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഫഅമ്മാ മൻ അഗ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ. ആർക്കാണോ അള്ളാഹു നൽകിയിട്ടുള്ളത് അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നല്ല മാർഗത്തിൽ അവൻ സ്വതക്ക ചെയ്യുകയും ചെയ്യുന്നുവോ, അള്ളാഹു നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാണോ ചിലവഴിക്കുന്നത് അവന് നമ്മൾ ഏറ്റവും എളുപ്പമായ യുസ്റായ ഏറ്റവും എളുപ്പമായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. ഇനി അതല്ല, ആരെങ്കിലും മുഖ്ല് കാണിക്കുന്നുവെങ്കിൽ, ലുബ്ധത കാണിക്കുന്നുവെങ്കിൽ, പിടിച്ചു വെക്കുന്നുവെങ്കിൽ, അവൻ വിചാരിക്കുകയാണ് ഞാൻ എല്ലാത്തിനും പോന്നവനാണ്, ഞാൻ എനിക്ക് തന്നെ മതിയാവനാണ്, ഇതെന്റേതാണ്, ഇതെന്റേത് മാത്രമാണ് എന്ന ഇസ്തിഗ്നാനത്തെ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ, അവൻ നന്മയുടെ മാർഗത്തെ കളവാക്കുന്നു, തടസ്സം ചെയ്യുന്നുവെങ്കിൽ, അവന് ഏറെ പ്രയാസകരമായ മാർഗത്തിലേക്ക് നാം അവനെ വഴി നടത്തുന്നതാണ്. ചിലപ്പോൾ ദുനിയാവിൽ ഈ പളവളപ്പോടെ നല്ല ഭംഗിയോടുകൂടി നല്ല സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ അവന് കഴിഞ്ഞേക്കാം. പക്ഷെ പരലോകത്ത് അള്ളാഹു ചിലപ്പോൾ ആ രീതിയിലുള്ള സൗകര്യങ്ങളോ സൗഭാഗ്യങ്ങളോ നൽകി എന്ന് വരില്ല. എന്നാൽ സമ്പന്നരായ ആളുകളോട് പ്രത്യേകമായി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വലാ തുബദ്ദിർ തബ്ദീറ. നിങ്ങള് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് കൊണ്ട് വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ ആ സമ്പത്തിനെ ദൂർത്തടിച്ച് കളയരുത്. അത് സമ്പത്ത് എന്ന് പറയുന്നാൽ ഒരു മഹത്തായ സംഗതിയാണ്. ഒരു സത്യവിശ്വാസി തന്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ആരെങ്കിലും തന്റെ സമ്പത്തിനെ അനർഹമായി മോചിപ്പിക്കാൻ അല്ലെങ്കിൽ തന്നെ അർഹമായി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ, തന്റെ സമ്പത്തിന് വേണ്ടി ഒരാൾ ആത്മാർത്ഥമായി പാടുപെടുന്നു അല്ലെങ്കിൽ അവനുമായി യുദ്ധം ചെയ്യുന്നുവെങ്കിൽ ആ മാർഗത്തിൽ ഷഹീദായാൽ മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന അത്രയേറെ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ സമ്പത്തിന്. അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ സമ്പത്ത് വലാ തുബദ്ദിർ തബ്ദീറ, അതിങ്ങനെ ദൂർത്തടിച്ച് കളയാനുള്ളതല്ല. വളരെ അത്യാവശ്യമായി നമ്മുടെ കുടുംബത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ കൂടിയുള്ളതാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അള്ളാഹു ചേർത്ത് പറഞ്ഞു ദൂർത്തടിക്കുന്ന ആളുകൾ. ഇന്നൽ മുബദ്ദിരീൻ, ദൂർത്തടിക്കുന്ന ആളുകൾ, കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചിന്റെ കൂട്ടാളികളാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് അനാവശ്യമായി വിനിയോഗിച്ചുകൊണ്ട് ദൂർത്തടിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ അവർ പിശാചിന്റെ കൂട്ടാളികളാണ്, ശൈത്വാനിന്റെ കൂട്ടാളികളാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്.
അത് നമുക്ക് ലഭ്യമാകുന്നുണ്ട് എങ്കിൽ ഒരു നല്ല ജോലിയിലൂടെ, നല്ല ബിസിനസ്സിലൂടെ, അല്ലെങ്കിൽ പാരമ്പര്യമായി നമുക്ക് ലഭ്യമായിട്ടുള്ള വലിയ വലിയ സ്വത്തുക്കൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ആ സമ്പത്ത് വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക, വളരെ കൃത്യമായ രീതിയിൽ, അനാവശ്യമായി ദൂർത്തടിച്ചൊന്നും കളയാതെ ഏറ്റവും ഭംഗിയോടുകൂടി ആ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ശാശ്വതമായ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം. അതൊക്കെ പുണ്യകർമ്മമാണല്ലോ. നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, അവർക്ക് ഒക്കെയും ഉപകാരപ്പെടുന്ന രീതിയിൽ, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ആ സമ്പത്ത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാം അതിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ആ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർണിതമായ അവകാശമുള്ള ചില ആളുകളുണ്ട്. ആ സമ്പത്തിന് നിശ്ചിതമായ പരിധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമ്പത്തിൽ ചില നിർണിതമായ അവകാശികൾ വന്നു ചേരുന്നുണ്ട്. നിർണിതമായ അവകാശികൾ. ആ അവകാശികൾക്ക് അതിന്റെ ഓഹരികൾ നമ്മൾ നൽകുക തന്നെ വേണം. നമ്മൾ തീർച്ചയായിട്ടും നൽകിയിരിക്കണം. അങ്ങനെ നൽകുന്നതിനെയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണ്. നമുക്കറിയാം, അത് എല്ലാവർക്കും അറിയാം. ഈ 5 കാര്യങ്ങളെ നമ്മൾ എണ്ണി നോക്കൂ. എല്ലാ കാര്യങ്ങളും, ബാക്കി 4 കാര്യങ്ങൾ, ശഹാദത്ത് കലിമാകട്ടെ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, എല്ലാ കർമ്മങ്ങളും വളരെ സമാധാനപൂർവ്വം, വളരെ താല്പര്യപൂർവ്വം കൃത്യമായി അനുഷ്ഠിക്കുന്നവർ തന്നെയും ഇസ്ലാം കാര്യങ്ങളിലെ 3ാമതായി എണ്ണപ്പെടുന്ന സക്കാത്തിനെ കുറിച്ച് പലപ്പോഴും അലംഭാവം നടിക്കുന്നത് സമൂഹത്തിൽ നമ്മൾ കണ്ടുവരികയാണ്. ബാക്കി 4 എണ്ണം അനുഷ്ഠിച്ചിട്ട് ഒരെണ്ണം അനുഷ്ഠിക്കാതിരുന്നാൽ അള്ളാഹു സ്വീകരിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സക്കാത്തിനെ കുറിച്ച് പഠിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോട് അനുബന്ധിച്ചാണ് സക്കാത്തിനെ കുറിച്ച് പറയുന്നത്. ഖുർആനിലെ 27 സ്ഥലങ്ങളിൽ നിങ്ങൾ നമസ്കരിക്കുക, അതേപോലെ സക്കാത്ത് കൊടുക്കുക, ഇത് ചേർത്ത് പറയുകയാണ് ഖുർആൻ. ഏതാണ്ട് 30 സ്ഥലങ്ങളിൽ സക്കാത്തിനെ മാത്രമായിട്ട് പറയുന്നുണ്ട്. ഇബാദത്തുകളെ പരസ്പരം ചേർത്തുകൊണ്ടാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഒരാൾ നമസ്കരിക്കുന്നുവെങ്കിൽ അയാൾ സക്കാത്ത് കൊടുത്തിരിക്കണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹു ചോദിക്കുക, അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാഹ്, നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, ഇതൊക്കെ എല്ലാവരും ഉണ്ട് അല്ലെ. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകൾ. വഅൻഫഖൂ മിമ്മാ റസഖ്നാകും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അള്ളാഹു പറഞ്ഞു, യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത ഒരു കച്ചവടത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കണമെന്ന് പറയുമ്പോ ആ മാർഗത്തിൽ, ആ വഴിയിൽ, ആ ആരാധനാ കർമ്മം, ആ ഭാഗം നമ്മൾ അവഗണിച്ച് കളയുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ വലിയൊരു ശിക്ഷയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും വിധേയമാകും. അള്ളാഹു പറയുന്നുണ്ട്, വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും. അള്ളാഹു എത്ര ഭംഗിയായിട്ടാ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. വലാ യഹ്സബന്നല്ലദീന, ഒരിക്കലും ആളുകൾ വിചാരിച്ചു പോകരുത്, യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹു അവർക്ക് നൽകിയ ആ സമ്പത്തിൽ ബുഖ്ല് നടിക്കുന്ന, ലുബ്ധത കാണിക്കുന്ന ആളുകൾ, അവർ വിചാരിക്കേണ്ടതില്ല ഹുവ ഖൈറുൽ ലഹും, അവരെ ചെയ്യുന്ന പണിയുണ്ടല്ലോ, ലുബ്ധത കാണിക്കുന്ന പണി, അത് ഖൈറുൽ ലഹും, അവർക്ക് ഖൈറാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൽ ലഹും, നേരെ മറിച്ച് അവർക്ക് ശർറാണത്, അവർക്കത് ഷെറായിരിക്കും. എപ്പോഴാണ് ഷെറായി മാറുന്നത്? ആ ഷെറായി മാറുന്നത് ഖുർആൻ തന്നെ തുടർന്നുള്ള ആയത്തുകൾ വിശദീകരിക്കുന്നത്, നാളെ പരലോകത്ത് അവരുടെ സമ്പത്ത് അവരിങ്ങനെ സ്വരുക്കൂട്ടി വെച്ച, ആർക്കും കൊടുക്കാതെ ഇങ്ങനെ കൂട്ടി വെച്ച അവരുടെ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് അള്ളാഹു അവരുടെ മുതുകുകളിലും നെഞ്ചുകളിലൊക്കെ ഒരുക്കി വെച്ചിട്ട് പറഞ്ഞു, ഹാദാ മാ കനസ്തും, ഇതാണ് നിങ്ങൾ സമ്പാദിച്ചത്.
ഇത് അനുഭവിച്ചു കൊള്ളുക എന്ന് അള്ളാഹു അന്ന് അവരോട് പറയുമെന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരിക്കലും ബുഖ്ൽ ഉണ്ടാകുക, ലുബ്ധത കാണിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ സ്വഭാവമേ അല്ല. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ യാതൊരുവിധ മടിയുമില്ലാത്ത ആളുകളാണ്. ഖുർആൻ വിശദീകരിക്കുന്നത് എന്താ? വആതൂകും മിമ്മാലില്ലദീ ആതാകും, വആതൂകും നിങ്ങൾ നൽകുക, മിമ്മാലില്ലദീ ആതാകും അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് എന്താണോ അതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക. ഖുർആൻ ഒരു വിശദീകരണം തന്നെ. നമ്മളെ സമ്പത്തിന്റെ പരിപൂർണമായ അവകാശം, ഉടമസ്ഥാവകാശം അത് നമ്മളല്ല, അത് അള്ളാഹുവാണത്. കാരണം നമ്മൾ വിചാരിക്കുന്നു നമ്മള് ചെറുപ്പം മുതൽ തന്നെ നല്ല വിദ്യാഭ്യാസം നേടി അല്ലെ, കഠിനമായി രാത്രിയും പകലും ഒക്കെ പഠിച്ച് നല്ല ഉയർന്ന ഡിഗ്രികൾ കരസ്ഥമാക്കി നല്ല ജോലി നേടി, ഇതെന്റെ അധ്വാനത്തിന്റെ ഫലമല്ലേ എന്ന് നമ്മൾ വിചാരിച്ചു പോവുകയാണ്. ആളുകളുടെ വിചാരം കേട്, ഞാനും വെയിലും മഴയൊക്കെ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ ഇത്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് രാത്രിയും പകലൊക്കെ പഠിച്ച് ഉണ്ടാക്കിയ വിദ്യാഭ്യാസം കൊണ്ട് നേടിയതല്ലേ ഇതൊക്കെ എന്ന് ആളുകൾ വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആ ഒരു കഴിവ് നൽകിയത് ആരാണ്? നമുക്ക് ഒരു കമ്പനി നമുക്കുണ്ടെങ്കിൽ അത് നല്ല തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ ശ്രമഫലവും പരിശ്രമവും ഒക്കെ ആയിക്കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്ത് ഇത് നമ്മളുടെ മാത്രം അധ്വാനത്തിന്റെ ഫലമാണോ? അങ്ങനെ അധ്വാനിക്കാനും നേടിയെടുക്കാനും അതിന്റെ മാർഗത്തിലേക്കൊക്കെ എത്തിക്കാനും വേണ്ടി പരിശ്രമം നൽകിയത്, അതിനുള്ള കഴിവ് നൽകിയത് ആരാ? അത് അല്ലാഹു അല്ലേ? നമുക്ക് പഠിക്കാനുള്ള ആ ബുദ്ധി വൈഭവം നൽകിയത് ആരാ? റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു ആണത്. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കൂ എന്നാണ് ഖുർആന്റെ വിശദീകരണം. നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെ ശ്രമഫലമായി, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി, നമ്മുടെ പരിശ്രമ ഫലമായി, ഞാൻ കൊണ്ട വെയിലിന്റെയും മഴയുടെയൊക്കെ ഫലമായി ഞാൻ നേടിയതാണ് ഇതെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു പോവുകയാണ്. അതുകൊണ്ട് ആ വിചാരം ശരിയല്ല. നേരെമറിച്ച് ഇത് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്താണിത് എന്നുള്ള വിചാരം എല്ലാ സത്യവിശ്വാസികൾക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി സക്കാത്ത് നൽകേണ്ടതുണ്ട്. എങ്ങനെ സക്കാത്ത് നൽകുന്നത്? സക്കാത്ത് നൽകുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സമ്പത്തിന്റെ സക്കാത്ത്. നമ്മളൊരു വർഷം തികയുമ്പോൾ കണക്ക് കൂട്ടണം. എന്റെ ശമ്പളം ഒരു 40,000 45,000 രൂപയൊക്കെ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ജീവനക്കാർ, അവര് വർഷം കഴിയുമ്പോൾ അവർക്ക് കണക്ക് കൂട്ടാം എത്ര പൈസ ഉണ്ടാകും അല്ലെ? ഒരു 5 ലക്ഷത്തിന് 6 ലക്ഷത്തിന്റെ അടുത്ത് പൈസ അവർക്ക് ഉണ്ടാകും. അവരുടെ വീടിന്റെ അത്യാവശ്യമായ ചിലവുകൾക്കൊക്കെ അവർ മാറ്റി വെക്കാം. ബാക്കി എത്ര ലക്ഷം ഉണ്ടാകും? ഒരു 2-3 ലക്ഷമൊക്കെ ബാക്കി ഉണ്ടാവില്ലേ? അതിന്റെ 2.5% കൊടുത്താൽ മതിയേ. വർഷം തികയുമ്പോ ഉള്ളത് മുഴുവൻ അള്ളാഹു കൊടുക്കാൻ പറയുന്നില്ല, 2.5% കൊടുത്താൽ മതി. ഒരു കർഷകൻ അവൻ കൃഷി ചെയ്യുകയാണ്, അവൻ നെല്ലാകട്ടെ, ഗോതമ്പാകട്ടെ, ചോളം, കുരുമുളക്, റബ്ബർ, ഇതൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. ആ കർഷകർ അവർ കൃഷി ചെയ്യുന്ന വേളയിൽ അതിന്റെ വിളവെടുക്കുന്ന സന്ദർഭത്തിൽ യാതൊരുവിധ അധ്വാനവുമില്ലാതെ നേടിയെടുക്കുന്നതാണെങ്കിൽ, അതായത് വളവും നനവുമില്ലാതെ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ അതിന് 10% കൊടുക്കണം. അതല്ല എങ്കിൽ 5% കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ അള്ളാഹു നിശ്ചിതമായ അവധികൾ, അതിന്റെ പരിധികളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധികളൊക്കെ നിശ്ചയിച്ചുകൊണ്ട് 2.5, 5, 10, 20 ഈ രീതിയിലാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ബിസിനസ്സുകാരോ അതേപോലെ ജോലി ചെയ്ത് മാസ ശമ്പളം വാങ്ങുന്നവരോ ഒക്കെ ആണ് എങ്കിൽ നമ്മുടെ ശമ്പളത്തേക്കൊന്ന് കണക്ക് കൂട്ടിയിട്ട് അതിന്റെ 2% അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞൊരു കാര്യം നമ്മൾ നേടിയെടുക്കുന്നു. എന്താണ് നേട്ടം? തുതഹിറുഹും, ആ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങളെ അവൻ ശുദ്ധീകരിച്ചെടുക്കുന്നു. എങ്ങനെയൊക്കെ ശുദ്ധീകരിക്കും? ഒന്ന് മാനസികമായി ശുദ്ധീകരിക്കും, നമ്മളെ മാനസികമായി ശുദ്ധീകരിക്കും. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ മനസ്സിൽ ബുഖ്ലിനെ ഇല്ലാതാക്കും, ലുബ്ധത ഇല്ലാതാക്കും. അതേപോലെ സ്വയം പര്യാപ്തതയെ ഇല്ലാതാക്കും. അങ്ങനെ തുടങ്ങിയ അഹങ്കാരത്തെ അള്ളാഹു തുടച്ചു നീക്കും. അതേപോലെ നമ്മുടെ സമ്പത്തിനെ അള്ളാഹു ശുദ്ധീകരിക്കും. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലോ, ഇനി നമ്മുടെ സമ്പത്തിൽ നമ്മൾ കണക്കാക്കി നമ്മുടെ ശമ്പളവും അതേപോലെ ബിസിനസിന്റെ ലാഭമൊക്കെ കണക്കാക്കിയിട്ട് അതിന് നിശ്ചിതമായ ഓഹരി കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്ത സമ്പത്ത് ഹറാമായ സമ്പത്തായി മാറും. പിന്നെ ആ ഹറാമായ സമ്പത്ത് നമ്മുടെ ഹലാലായ സമ്പത്തിലും കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഉണ്ടാവുന്ന സംഭവം എന്താ? അതുകൊണ്ട് സമ്പത്തിനെ ഹലാലാക്കി മാറ്റുക. അങ്ങനെ ഹലാലാക്കി മാറ്റുന്നതിലൂടെ മാനസികമായും സാമ്പത്തികമായും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നതാണ് എന്നാണ് അള്ളാഹു നൽകുന്ന വാഗ്ദാനം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സക്കാത്ത് എന്നുള്ളത്. പലപ്പോഴും ആളുകൾ വളരെ നിസ്സാരമായി കാണുകയാണ് ഇതിനെ, വളരെ നിസ്സാരമായി കാണുന്നു. വല്ലദീന യക്നിദൂന الذهب والفضة. ചില വീടുകളില് സ്വർണം എത്ര മാത്രമാണ് ഉണ്ടാവുക. ചില പണ്ഡിതന്മാർ ന്യായീകരണങ്ങൾ നൽകും. ഉപയോഗിക്കുന്ന സ്വർണത്തിനാണെങ്കിൽ സക്കാത്തില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. വെറും പോഷ്കാണത്. പ്രവാചകന്റെ ഹദീസുകൾ പഠിച്ചാൽ മനസ്സിലാക്കും അത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യം വല്ലദീന യക്നിദൂന الذهب والفضة. സഹബും ഫില്ലത്തും, സ്വർണവും വെള്ളിയും. വെള്ളി പണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ഇപ്പോഴാണല്ലോ പിന്നെ സ്വർണം മുന്നോട്ട് വന്നു, സ്വർണത്തിന്റെ വില റോക്കറ്റ് പോലെ കുതിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പണ്ട് വെള്ളിക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഖുർആൻ അത് ചേർത്തി പറഞ്ഞു, വല്ലദീന യക്നിദൂന الذهب والفضة. ആരെങ്കിലും സ്വർണവും വെള്ളിയും ഒക്കെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൻസായിട്ട് സൂക്ഷിക്കുന്നുവെങ്കിൽ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അവരങ്ങനെ സൂക്ഷിച്ചോട്ടെ. സ്വർണം മേടിച്ചോട്ടെ, അതിനും കുഴപ്പമില്ല. ഭൂമി മേടിച്ചോട്ടെ, അപ്പൊ നല്ല വീടുണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നല്ല വാഹനം തന്നെ മേടിച്ചോട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. അതിനൊന്നും ഇസ്ലാം യാതൊരു വിരോധവും പറയുന്നില്ല. എത്ര വേണമെങ്കിലും കോടീശ്വരനായിക്കൊള്ളട്ടെ, എത്ര വേണമെങ്കിലും സമ്പത്ത് സമ്പാദിക്കാം നമുക്ക്. അതിനൊന്നും ഇസ്ലാം യാതൊരു വിരോധവും പറയുന്നില്ല. ഹലാലായ മാർഗത്തിലാണ് എങ്കിൽ ഒരാൾ നല്ല ബിസിനസ്സിന് ചെയ്ത് നന്നായിട്ട് സമ്പത്ത് നേടിയെടുക്കുകയാണ്, അയാൾ നേടിയെടുക്കട്ടെ. ഇപ്പൊ യൂസുഫ് അലി സാഹിബിനെ പോലുള്ള ആളുകള് എത്രയെത്ര ആളുകളുടെ നല്ല മാർഗത്തിൽ നല്ല ബിസിനസ് ചെയ്ത് കോടീശ്വരന്മാരായി. അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്, ഒരിക്കലും വിരോധിച്ചിട്ടില്ല. പക്ഷേ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. നിങ്ങൾ നേടിയെടുക്കുന്ന പറമ്പ്, നിങ്ങളുടെ സ്വർണം, വെള്ളി, നിങ്ങളുടെ മറ്റ് സൗകര്യങ്ങൾ, കെട്ടിടങ്ങൾ, അതിന്റെയൊക്കെ വിഹിതമുണ്ടല്ലോ. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചിലവഴിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സമ്പത്ത് എത്ര നേടിയെടുക്കാം, യാതൊരു വിരോധമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ആ സമ്പത്തിന്റെ നിശ്ചിതമായ ഒരു ഓഹരി, നിശ്ചിതമായ ഓഹരി നമ്മൾ അടിവരയിടേണ്ടതാണ്. നമ്മളെല്ലാം കൊടുത്ത് എല്ലാം കൊടുക്കണം എന്നല്ലേ പറയണത്. അതിന് നിശ്ചിതമായ ഓഹരി കണക്ക് കൂട്ടി, കണക്ക് നോക്കി കൃത്യമായ ഓഹരികൾ കണ്ടെത്തി അതിന്റെ 2.5% അല്ലെങ്കിൽ കൃഷിയാണെങ്കിൽ 5% ഒക്കെയായി ആ സക്കാത്തിന്റെ വിഹിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കണമെന്നാണ് ഖുർആൻ നമ്മോട് വിശദീകരിക്കുന്നത്. സഹോദരങ്ങൾ, അതുകൊണ്ട് ഹക്കും മഅലൂമാണത്. അത് ഹക്കും മഅലൂമാണ്. ഹക്കും മഅലൂം, നിർണിതമായ അവകാശമാണത്. ആ അവകാശം അതിന്റെ അവകാശികൾക്ക് കൊടുക്കുക തന്നെ വേണം. ഇതാണ് ഖുർആനിന്റെ വിശദീകരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സദഖ, ഖുദ് മിൻ അംവാലിഹിം സദഖ. നീ അവരിൽ നിന്നും, അവരുടെ, ഇവിടെ സദഖ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് സക്കാത്തിനെ കുറിച്ചാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ, നീ അവരിൽ നിന്നും അവരുടെ സക്കാത്ത് സ്വീകരിക്കുക. സ്വീകരിക്കുക എന്നാ, പിടിച്ചു വാങ്ങണം. അത് സക്കാത്തിന്റെ ഓഹരികൾ വാങ്ങാൻ വേണ്ടി, അത് ആളുകളിൽ നിന്ന് ചോദിച്ച് വാങ്ങിയെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ. അവര് വീട് വീടാന്തരം കയറിയിരുന്നു. അവരുടെ വരുമാനം നോക്കിയിട്ട് നിശ്ചിതമായ വരുമാനത്തിന്റെ ഓഹരി വാങ്ങാൻ ആളുകളുണ്ടായിരുന്നു. ഖുദ് മിൻ അംവാലിഹിം സദഖ, നീ അവരിൽ നിന്നും അവരുടെ ആ സ്വതക്കുകൾ സ്വീകരിക്കുക. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അത് മുഖാന്തരം അവരെ ശുദ്ധീകരിക്കും, അവരെ സംസ്കരിക്കും. ബിമാ തുസക്കീഹിം ബിഹാ ഫസല്ലി അലൈഹിം, ഖുർആൻ എന്നുകൂടി പറഞ്ഞു ഫസല്ലി അലൈഹിം, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന സ്വലാത്തക സക്കനൻ ലഹും, ആ പ്രാർത്ഥന സക്കനൻ ലഹും, അവർക്ക് ശാന്തിയും സമാധാനവും പകരുന്ന കാര്യമാണ്. സക്കാത്ത് സ്വീകരിക്കുന്ന ആളുകൾ ആ സക്കാത്ത് നൽകുന്ന സക്കാത്ത് ദാതാക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് കൂടി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ ഇതിന് എന്തെല്ലാം രീതിയിൽ, ഏതെല്ലാം രീതിയിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി 8 വിഭാഗം ആളുകളെ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ 8 വിഭാഗം ആളുകളാണ് സക്കാത്തിന്റെ അവകാശികൾ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സക്കാത്ത് ഏറ്റവും പവിത്രമാകുന്നത്, ഏറ്റവും ശരിയായ രീതിയിലാകുന്നത്, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ സക്കാത്ത് നൽകുകയും അത് വിനിയോഗിക്കുകയും ചെയ്യുന്നത് സംഘടിതമായി നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമാണത്. നമുക്ക് സക്കാത്ത് നമസ്കാരം സംഘടിതമാക്കാം, കുഴപ്പമില്ല.
ഹജ്ജ്, മറ്റാരാധന കർമ്മങ്ങൾ, പള്ളി, നിസ്കാരമൊക്കെ സംഘടിതമാക്കാം. പക്ഷേ സക്കാത്ത് സംഘടിതമായി കൊടുക്കരുത് എന്ന് ചില പണ്ഡിതന്മാർ പറയാ. എന്തൊരു വിരോധാഭാസമാണത്. ഇപ്പൊ എന്റെ നാട്ടില് സക്കാത്ത് കമ്മിറ്റി ഏതാണ്ട് 40 വർഷത്തോളായി. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തു. ഈ വർഷം ഒരു വിധവക്ക് ഒരു പരിപൂർണമായി ഒരു പൈസ പോലില്ലാതെ ഒരു വിധവയുടെ ഒരു വീട് പരിപൂർണമായി നിർമ്മിച്ചു കൊടുക്കുന്നു. അതേപോലെ ഒരുപാട് രോഗികൾക്ക് സഹായകമാകുന്നു. പെട്ടെന്ന് രോഗികളായ ആളുകൾ ഉണ്ടാകും, അവർക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താനോ മറ്റോ വേണ്ടി വരുമെങ്കിൽ സക്കാത്തിന്റെ വിഹിതം വിനിയോഗിക്കുന്നു. പെൻഷൻ കൊടുക്കുന്നു. അതേപോലെ റേഷൻ വാങ്ങാനുള്ള പൈസ എല്ലാ മാസവും എത്തിച്ചു കൊടുക്കുന്നു. അതേപോലെ നിത്യരോഗികളായ ആളുകൾക്ക് കൃത്യമായി മരുന്ന് കഴിക്കാനുള്ള പൈസ കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാവരുടെയും സക്കാത്ത് ഒരുമിച്ച് കൂട്ടി അത് കൃത്യമായി ഒരു ബൈത്തുൽ മാൽ ഒരുമിച്ച് കൂട്ടി അങ്ങനെ ചിലവഴിക്കപ്പെടുമ്പോൾ അത് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, പ്രയോജനം ഉണ്ടാകുന്നു. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുയുടെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സക്കാത്ത് വേണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് നടന്നിരുന്ന. സക്കാത്ത് വേണ്ടവരുണ്ടോ? ആർക്കും വേണ്ട. കാരണം ആ പ്രദേശം അന്ന് എല്ലാവരും ഐശ്വര്യവന്മാരായി തീർന്നു. ആ സക്കാത്ത് നൽകുന്നതിലൂടെ പാവപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അവർക്ക് വല്ല എന്താ പറയാ കൈത്തൊഴിലുണ്ടാക്കുന്ന മെഷീനുകളോ അതിന്റെ ഉപകരണങ്ങളൊക്കെ നൽകി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യാനൊക്കെ സക്കാത്തിന്റെ വിഹിതം നൽകി ആ പ്രദേശത്തെ ആളുകളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ടായിരിക്കാം ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് എന്ന കാലഘട്ടത്തിൽ സക്കാത്ത് ആവശ്യമില്ലാത്ത രീതിയിൽ സക്കാത്തിന്റെ വിഹിതം തലസ്ഥാനമായ മദീനയിലേക്ക് അയച്ചു കൊടുത്തു. അവസാനം വിളി വന്നു, ഇതെന്ത് പരിപാടിയാ, ആ നാട്ടിൽ വിതരണം ചെയ്യേണ്ട സക്കാത്ത് ഇങ്ങോട്ടാണോ കൊടുത്തയക്കേണ്ടത് എന്ന്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് മറുപടി പറഞ്ഞു, ഇവിടെ സക്കാത്ത് വാങ്ങാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ചോദിച്ചു നടന്നിട്ട് പോലും സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഇറാഖിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ കൈവരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ സക്കാത്ത് എന്ന ഇബാദത്ത് ശരിക്കും പ്രായോഗികമായി നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, അതേപോലെ ദാരിദ്ര്യം ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. വിധവകൾ, അതേപോലെ ഒരുപാട് പ്രയാസങ്ങൾ, രോഗികളൊക്കെ, അത്തരം ആളുകളെ സംരക്ഷിക്കാൻ സക്കാത്ത് പ്രയോജനപ്പെടുത്താം. പക്ഷെ എങ്ങനെ അത് വിനിയോഗിക്കണം, സക്കാത്ത് എങ്ങനെ വാങ്ങണം, എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ചിലവഴിക്കണം, സമൂഹത്തെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്നതിനെ കുറിച്ചുള്ള നല്ല ദീർഘവീക്ഷണമുള്ള ആളുകളാണ് എങ്കിൽ ഓരോ മഹലിലും സക്കാത്ത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. കൊടുക്കാൻ ആളുകൾ തയ്യാറാകും. കാരണം ഇത് റബ്ബ് നമ്മോട് കൽപ്പിച്ചതല്ലേ, നമ്മൾ എന്തിങ്ങനെ പിടിച്ചു വെക്കങ്ങനെ? അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായിട്ടും ആ കൽപ്പന നമ്മൾ ലംഘിക്കുന്നുവെങ്കിൽ മറ്റ് ആരാധനകൾ നിർവഹിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാരക്ക ദാനം ചെയ്യുന്നു വിചാരിക്കുക. ഒരു കാരക്ക ദാനം ചെയ്യുന്നു. ആ കാരക്ക അള്ളാഹു അവന്റെ വലത് കൈയിൽ സ്വീകരിക്കുക. വലത് കൈയിൽ സ്വീകരിക്കുന്നു. തൊയ്യിബിൽ നിന്നല്ലേ ദാനം ചെയ്യുള്ളൂ. ഹലാലായ സമ്പത്തിൽ നിന്നല്ലേ ദാനം ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അത് നമുക്കറിയാം. അള്ളാഹു റസൂൽ പറഞ്ഞു, അള്ളാഹു അത് അവന്റെ വലത് കൈയിൽ സ്വീകരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുതിരക്കുഞ്ഞിനെ ലാളിച്ച് വളർത്തുന്നത് പോലെ അള്ളാഹു നിങ്ങളുടെ ദാനത്തെ അതങ്ങനെ വളർത്തുകയാണ്. അത് ജബലി, ഒരു മല പോലെ ആകുമാറ് നിങ്ങളുടെ ആ ചെറിയ ദാനധർമ്മത്തെ അള്ളാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. നാളെ പരലോകത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ചെറിയ ദാനധർമ്മങ്ങൾക്കൊക്കെ അള്ളാഹു എത്രമാത്രം പ്രതിഫലമാ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്, എത്രമാത്രം സന്തോഷമായിരിക്കും അന്ന് അടിമക്കുണ്ടാകുക. ഇത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചതാ. അതുകൊണ്ട് ദാനധർമ്മം അതേറെ ശ്രേഷ്ഠകരമാണ്. എനിക്കറിയാം നമ്മുടെ ഈ മഹല്ലി അതിലേറെ മുൻപന്തിയിലാണ്. ഞാനത് വീണ്ടും പറയുന്നത് ഈ വിഷയത്തിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. തീർച്ചയായും ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ ഒരു അടി പോലും പുറകോട്ട് പോകാതെ നമ്മൾ എന്താണോ ഉള്ളത് അത് ചോദിച്ചു വരുന്നവർക്ക്, പ്രയാസപ്പെടുന്നവർക്ക്, രോഗികൾക്ക്, അഗതികൾക്ക് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. അള്ളാഹു ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രയാസങ്ങൾ മറികടക്കാൻ തയ്യാറാകാത്തത്, ചുരങ്ങൾ താണ്ടി കിടക്കാത്തത്? എന്താ എന്താണ് ഈ ചുരം താണ്ടുക എന്ന് പറഞ്ഞാൽ? എന്താ?
അത് അടിമകളെ മോചിപ്പിക്കലാണ്. അല്ലെങ്കിൽ ദരിദ്രരായ മറ്റേ ബാപ്പയുമ്മയൊന്നുമില്ലാത്ത ആളുകൾക്ക്, കുട്ടികളെ ഭക്ഷിപ്പിക്കലാണ്. അതേപോലെ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഇതൊക്കെ എന്താ, ചുരം താണ്ടിക്കടക്കുക എന്നാണ് ഖുർആന്റെ ഒരു പ്രയോഗം തന്നെ. അത് ചില പ്രയാസഘട്ടങ്ങൾ, അതിനെ താണ്ടിക്കൊണ്ട് ചില ആളുകൾക്കുള്ള സഹായങ്ങൾ എത്തിക്കേണ്ടത് സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ ബാധ്യതയായി മനസ്സിലാക്കിയാണ്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാൻ നാം ചെയ്യുന്ന ഓരോ ചെറിയ കർമ്മങ്ങൾ പോലും മഹത്തായ പ്രതിഫലം നൽകുന്ന മാസമാണെന്ന് മനസ്സിലാക്കി ഈ മാസത്തിൽ സക്കാത്തും നോമ്പുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ ആളുകൾ പലപ്പോഴും റമദാനിലാണ് അവരുടെ സക്കാത്തിന്റെ വീതമൊക്കെ കണക്കാക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, അല്ലാതെ സക്കാത്ത് നോമ്പായിട്ടൊരു ബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് മാസം വേണമെങ്കിലും സക്കാത്ത് കൊടുക്കാം. വിളവെടുക്കുമ്പോഴാണല്ലോ കർഷകർ സക്കാത്ത് കൊടുക്കുന്നത്, അതിന്റെ മാസമൊന്നുമില്ല. അതുകൊണ്ട് ഇത് റമദാനുമായി ബന്ധപ്പെട്ട കർമ്മമല്ല. പക്ഷെ റമദാനിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ എന്താണ്, നമുക്ക് അള്ളാഹുവിൽ നിന്ന് വലിയ പ്രതിഫലമാണ് ലഭ്യമാക്കുന്നത്. ആ നിലയ്ക്ക് സൽക്കർമ്മങ്ങൾ നിരതമായി നമ്മളാൽ കഴിയുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അരികിൽ മഹത്തായ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റമദാന് മുമ്പുള്ള ദിവസങ്ങളെ പോലെ കഴിച്ചു കൂട്ടേണ്ടതല്ലത്. നമ്മൾ സൗകര്യം കിട്ടുമ്പോഴൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മറ്റൊക്കെ ഒരു സമയം അതിനുവേണ്ടി കണ്ടെത്തണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ ഒരു നോമ്പുകാരനെ തുറപ്പിച്ചാൽ, ഒരു നോമ്പ് തുറക്കാനുള്ള സഹായങ്ങൾ ചെയ്താൽ അവന് 2 നോമ്പിന്റെ പ്രതിഫലമാണ്. ഒരാൾ ഒരു നോമ്പുകാരനെ തുറപ്പിച്ചാൽ അവന്റെ പ്രതിഫലത്തിന് മുട്ടും കുറയാതെ തന്നെ ഇവന് 2 നോമ്പിന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മുടെ പള്ളിയിൽ നോമ്പ് തുറക്കുണ്ടാകും. അപ്പൊ നമ്മളതിന് വളരെ സജീവമായി ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ, അതേപോലെ അഗതി മന്ദിരങ്ങളിലൊക്കെ നോമ്പ് തുറപ്പിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആശുപത്രിയിലൊക്കെ രോഗികളായ ആളുകളുടെ കൂടെ കൂട്ടിയിരിപ്പുകാരായ ആളുകൾ ഉണ്ടാകും. രോഗികൾക്ക് നോമ്പ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ രോഗികളെ പരിചരിക്കുന്ന അവരുടെ കുടുംബക്കാർ, കൂട്ടിയിരിപ്പുകാർ, അവർ നോമ്പുണ്ടാകും. അപ്പൊ അവരെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സഹോദരങ്ങളുണ്ട്. അഗതി മന്ദിരങ്ങളിലുള്ള ആളുകളെ നോമ്പ് തുറപ്പിക്കുന്ന സഹോദരങ്ങളുണ്ട്. അപ്പൊ അത്തരം സംഗതികൾ ഉണ്ട് എങ്കിൽ അവരെ കൂടി നമ്മൾ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായും നമ്മൾ നോമ്പിന് എത്ര ഇരട്ടി പുണ്യം അള്ളാഹു നൽകുക. അതുകൊണ്ട് സൽക്കർമ്മങ്ങളെ ചെറുതായി കാണാതെ നമുക്ക് ഈ റമദാനിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ പറ്റോ ആ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പരമാവധി നന്മയിലായിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. സമയം വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ് സമയം. അതുകൊണ്ട് സമയത്തെ വളരെ നഷ്ടപ്പെടുത്തി കളയാതെ, ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ചിലതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ സമയകൊല്ലികളായ ചില സംഗതികളുണ്ട്. അപ്പൊ അതിനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്താലേ നമ്മുടെ സമയത്തെ അനാവശ്യമായി അത് ഒരു പ്രയോജനമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. എന്നാലോ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട്. നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാം, നല്ല ഖുർആൻ പാരായണങ്ങൾ കേൾക്കാം, നല്ല അർത്ഥം വിശദീകരിക്കുന്ന ഖുർആനിക ആയത്തുകളൊക്കെ കേൾക്കാം നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താനും സാധിക്കും. എന്നാൽ നമ്മുടെ സമയത്തെ ചിലപ്പോൾ നഷ്ടപ്പെടുത്തി കളയാനും ഇടയാക്കും. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഏതാണ്ട് പകുതിയോടെ നമ്മൾ അടുക്കുകയാണ്. 15 ആകാനായി. ഇനി നമ്മൾ ഇത്രയും ദിവസം തന്നെ നാളെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂനതകളോ കുറവുകളൊക്കെ നമ്മൾ റമദാനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ന്യൂനതകളും കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നിർവഹിച്ചതിനേക്കാൾ ഏറ്റവും ഭംഗിയായി
ഏതെങ്കിലും നമസ്കാരമൊക്കെ ജമാഅത്തായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ജമാഅത്തായി നമസ്കാരം നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചല്ല പറഞ്ഞത്, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, അതേപോലെ രാത്രി നമസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ചിലപ്പോൾ, ചില പ്രയാസങ്ങളോ വിഷമതകളൊക്കെ